വിജയ് ഹസാരെ ട്രോഫിയിലെ ഗ്രൂപ്പ് ഘട്ടം അതിന്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ കേരള ക്രിക്കറ്റ് ടീം നേരിടുന്നത് ഇരട്ട വെല്ലുവിളിയാണ്. ഒന്ന്, കരുത്തരായ തമിഴ്നാടിനെതിരെ ജയിച്ച് ക്വാർട്ടർ ഫൈനൽ സാധ്യത നിലനിർത്തുക. രണ്ട്, ടീമിന്റെ നട്ടെല്ലും സൂപ്പർ താരവുമായ സഞ്ജു സാംസണിന്റെ അഭാവത്തെ അതിജീവിക്കുക. ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കാൻ ജീവൻ മരണ പോരാട്ടത്തിനിറങ്ങുന്ന കേരള ടീമിനൊപ്പം സഞ്ജു സാംസൺ ഇല്ലെന്ന വാർത്ത ആരാധകർക്ക് വലിയ ഞെട്ടലാണ് നൽകിയിരിക്കുന്നത്. BCCIയുടെ നിർദ്ദേശപ്രകാരമാണ് സഞ്ജു മാറി നിൽക്കുന്നതെങ്കിലും മറ്റ് ഇന്ത്യൻ താരങ്ങൾ കൂടുതൽ മത്സരങ്ങൾ കളിക്കുമ്പോൾ സഞ്ജു മാത്രം നിർണായക മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ആരാധകർക്ക് ദഹിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ സഞ്ജുവിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ഗ്രൂപ്പ് എയിലെ പോയിന്റ് നില പരിശോധിച്ചാൽ കേരളത്തിന്റെ അവസ്ഥ എത്രത്തോളം സങ്കീർണമാണെന്ന് മനസ്സിലാകും. കളിച്ച 6 മത്സരങ്ങളും ജയിച്ച് കർണാടക ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടം കനത്തതാണ്. കേരളം 16 പോയിന്റ്, ജാർഖണ്ഡ് 16 പോയിന്റ്, മധ്യപ്രദേശ് 16 പോയിന്റ്. ഈ 3 ടീമുകളും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവസാന റൗണ്ട് മത്സരങ്ങൾ നിർണായകമാണ്. നെറ്റ് റൺ റേറ്റും ജയവും ക്വാർട്ടർ ഫൈനലിസ്റ്റുകളെ തീരുമാനിക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ എതിരാളികളായ തമിഴ്നാടിനെ നേരിടുമ്പോൾ സഞ്ജുവിനെ പോലൊരു മാച്ച് വിന്നറുടെ സാന്നിധ്യം കേരളത്തിന് അനിവാര്യമായിരുന്നു. എന്നാൽ സഞ്ജു ടീം ക്യാമ്പ് വിട്ടത് കേരളത്തിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. BCCIയുടെ 2 മത്സര നിയമം. T20 ലോകകപ്പിനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ സ്ക്വാഡിലെ അംഗങ്ങൾ വിജയ് ഹസാരെ ട്രോഫിയിൽ നിർബന്ധമായും 2 മത്സരങ്ങളെങ്കിലും കളിക്കണമെന്ന് BCCI നിർദ്ദേശം നൽകിയിരുന്നു. കളിക്കാർക്ക് മാച്ച് പ്രാക്ടീസ് ലഭിക്കാനും എന്നാൽ അമിത ജോലിഭാരം ഒഴിവാക്കാനും വേണ്ടിയാണിത്. ഈ നിർദ്ദേശം അക്ഷരം പ്രതി അനുസരിക്കുകയാണ് സഞ്ജു ചെയ്തത്. ആദ്യ 4 മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിന്ന സഞ്ജു 5ാം റൗണ്ടിൽ ടീമിനൊപ്പം ചേർന്നു. ജാർഖണ്ഡിനെതിരായ മത്സരത്തിൽ 101 റൺസ് നേടി ടീമിനെ ജയിപ്പിച്ചു. തൊട്ടടുത്ത മത്സരത്തിൽ പുതുച്ചേരിക്കെതിരെ 11 റൺസിന് പുറത്തായി. 2 മത്സരങ്ങൾ പൂർത്തിയായതോടെ തന്റെ കോട്ട തികച്ച സഞ്ജു ലോകകപ്പ് തയ്യാറെടുപ്പുകൾക്കായി ടീം വിടാൻ തീരുമാനിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കലിപ്പായി ഫാൻസ്. നിയമപ്രകാരം സഞ്ജു ചെയ്തത് ശരിയാണെങ്കിലും ധാർമ്മികമായി അത് ശരിയാണോ എന്നാണ് ആരാധകരുടെ ചോദ്യം. നിർണായക ഘട്ടത്തിൽ ടീമിനെ കൈവിടുന്നത് ചതിയാണ് എന്ന് വിശേഷിപ്പിക്കാൻ പോലും ചില ആരാധകർ മടിക്കുന്നില്ല. അവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് മറ്റ് ഇന്ത്യൻ താരങ്ങളുടെ ഉദാഹരണങ്ങളാണ്. റിങ്കു സിംഗ്. T20 ലോകകപ്പ് ടീമിലുള്ള റിങ്കു സിംഗ് ഉത്തർപ്രദേശിനായി 6 മത്സരങ്ങളാണ് കളിച്ചത്. ടീമിന് തന്നെ ആവശ്യമുള്ളപ്പോഴെല്ലാം അദ്ദേഹം ക്രീസിലുണ്ടായിരുന്നു. ഇഷാൻ കിഷൻ. ജാർഖണ്ഡ് ടീമിനെ നയിക്കുന്ന ഇഷാൻ കിഷൻ 3 മത്സരങ്ങളിൽ കളിച്ചു. സഞ്ജുവിനെതിരെ സെഞ്ചുറി നേടിയതും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നതും ഇഷാനാണ്. അഭിഷേക് ശർമ്മ. പഞ്ചാബിനായി അഭിഷേക് ശർമ്മയും 3 മത്സരങ്ങളിൽ ജേഴ്സി അണിഞ്ഞു. ഇന്ത്യൻ T20 ടീമിലുള്ള താരങ്ങൾ 2 മത്സരങ്ങളിൽ കളിച്ചാൽ മതിയെന്ന BCCI നിർദ്ദേശം ശരി തന്നെ. പക്ഷേ അതിൽ കൂടുതൽ മത്സരം കളിച്ചാലും ശിക്ഷാ നടപടിയൊന്നും വരില്ലല്ലോ. റിങ്കുവും ഇഷാനും കളിക്കുമ്പോൾ സഞ്ജുവിന് മാത്രം എന്താണ് കുഴപ്പം? കേരളം തോറ്റാലും കുഴപ്പമില്ലെന്നാണോ? എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെ ചോദ്യങ്ങൾ. സഞ്ജുവിന്റെ പ്രകടനം ഒരു മിന്നലാട്ടം. സഞ്ജു സാംസൺ കളിച്ച 2 മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് തിളങ്ങിയത്. ജാർഖണ്ഡിനെതിരായ മത്സരത്തിൽ അദ്ദേഹം നേടിയ 101 റൺസ് ക്ലാസ് ഇന്നിംഗ്സ് ആയിരുന്നു. എന്നാൽ ദുർബലരായ പുതുച്ചേരിക്കെതിരെ അദ്ദേഹം പരാജയപ്പെട്ടു. 2 ഇന്നിംഗ്സുകളിൽ നിന്ന് 112 റൺസും 56 ശരാശരിയും എന്ന മികച്ച കണക്കുണ്ടെങ്കിലും ടീമിന് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം കൂടെയില്ല എന്നത് ആ നേട്ടത്തിന്റെ തിളക്കം കുറയ്ക്കുന്നു. തമിഴ്നാടിനെതിരെ സഞ്ജുവില്ലാതെ. തമിഴ്നാട് ശക്തരായ എതിരാളികളാണ്. സായ് സുദർശൻ, ദിനേശ് കാർത്തിക്, വിജയ് ശങ്കർ
തുടങ്ങിയ പ്രമുഖ താരങ്ങൾ അടങ്ങുന്ന നിര. അവരെ തോൽപ്പിക്കണമെങ്കിൽ കേരളം തങ്ങളുടെ ഏറ്റവും മികച്ച ഗെയിം പുറത്തെടുക്കണം. സഞ്ജുവിന്റെ അഭാവത്തിൽ ക്യാപ്റ്റൻ രോഹൻ കുന്നുമ്മലിനും സച്ചിൻ ബേബിക്കും വിഷ്ണു വിനോദിനും ഉത്തരവാദിത്തം കൂടും. സഞ്ജു സാംസൺ ദേശീയ ടീമിന് നൽകുന്ന പ്രാധാന്യം മനസ്സിലാക്കാവുന്നതാണ്. ലോകകപ്പ് പോലൊരു വലിയ വേദിക്ക് മുന്നോടിയായി പരിക്കേൽക്കാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ തന്നെ വളർത്തിയ സംസ്ഥാന ടീമിനെ, അതും ഒരു നോക്കൌട്ട് ബെർത്തിന് വേണ്ടി പൊരുതുമ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചത് വിമർശിക്കപ്പെടുക തന്നെ ചെയ്യും. പ്രത്യേകിച്ചും മറ്റിന്ത്യൻ താരങ്ങൾ തങ്ങളുടെ സംസ്ഥാന ടീമുകൾക്കായി വിയർപ്പൊഴുക്കുമ്പോൾ. ഇന്നത്തെ മത്സരഫലം കേരളത്തിന് അനുകൂലമായില്ലെങ്കിൽ സഞ്ജുവിനെതിരായ ഈ രോക്ഷം കൂടുതൽ ശക്തമാകും എന്നുറപ്പാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.